ബംഗാളിലെ ഡാർജിലിംഗ് ട്രെയിൻ അപകടത്തിൻ്റെ വീഴ്ച ലോക്കോ പൈലറ്റിനുമേൽ പഴിചാരി റെയിൽവേ ബോർഡ്. അതേസമയം ട്രെയിൻ അപകടങ്ങൾ ആവർത്തിക്കാൻ കാരണം റെയിൽവേ സുരക്ഷാ കമ്മീഷൻ റിപ്പോർട്ടുകളിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചയാണെന്ന വിമർശനവും ശക്തമാണ്. ഇപ്പോൾ സ്വാതി ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. സ്വാതി, ഗുഡ് മോർണിംഗ്. ഈ ട്രെയിൻ ദുരന്തവുമായി ബന്ധപ്പെട്ട്, ഈ ട്രെയിൻ അപകടവുമായി ബന്ധപ്പെട്ട് ഉയരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, വിമർശനമാണ്. ലോക്കോ പൈലറ്റുമാരും അവരുടെ സംഘടനയും വളരെ ശക്തമായി തന്നെ ഈ റെയിൽവേയുടെ ഇത്തരം സമീപനത്തോട് വലിയ തോതിൽ വിയോജിക്കുന്നുണ്ട്. പുതിയ സാഹചര്യത്തിൽ ഈ പറഞ്ഞ സുരക്ഷാ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ സാഹചര്യം എന്താണ്? പുതിയ വിമർശനങ്ങൾ എങ്ങനെയാണ്? ഏതൊക്കെ തരത്തിലാണ് റെയിൽവേ വിമർശിക്കപ്പെടുന്നത്? ഗുഡ് മോർണിംഗ് ശരത്. ഈ ബംഗാളിലെ ട്രെയിൻ അപകടവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ റെയിൽവേ ബോർഡിന് എതിരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും അവർ സമർപ്പിച്ച റിപ്പോർട്ടിലടക്കം ലോക്കോ പൈലറ്റുമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ലോക്കോ പൈലറ്റുമാർക്ക് വന്നിട്ടുള്ള വീഴ്ചയാണ് എന്ന ഗുരുതരമായ വിമർശനം തന്നെയാണ് റിപ്പോർട്ടിൽ പറഞ്ഞു പോകുന്നത്. എന്നാൽ അതിനെതിരെ കടുത്ത ആരോപണങ്ങൾ ലോക്കോ പൈലറ്റുമാരടക്കം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 600-ലേറെ ട്രെയിൻ അപകടങ്ങളാണ് വിവിധ സംസ്ഥാനങ്ങളിലായി ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇതിലെ സുരക്ഷാ സിഗ്നലുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ നവീകരിക്കാത്തതുമായി ബന്ധപ്പെട്ട വലിയ പോരായ്മകൾ ലോക്കോ പൈലറ്റുമാർ അടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പിന്നാലെ തന്നെ ഈ കാഞ്ചൻജംഗ എക്സ്പ്രസും ഗുഡ്സ് ട്രെയിനും തമ്മിൽ ഇടിക്കുന്ന സമയത്ത് തന്നെ, ഏറ്റുമുട്ടുന്ന സമയത്ത് തന്നെ ഈ സുരക്ഷാ സംവിധാനത്തിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും റെയിൽവേ ബോർഡ് തന്നെ നൽകിയിട്ടുള്ള ഒരു ക്ലിയർ ലൈൻ സർട്ടിഫിക്കറ്റ് ഇവർക്ക് നൽകിയിരുന്നു. പ്രത്യേകിച്ചും ഈ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം അന്ന് തകരാറിലായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന രേഖയടക്കം നൽകിക്കൊണ്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അതേസമയം ഇതിൽ സംബന്ധിച്ച ഗുരുതരമായ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് റെയിൽവേയിൽ നിരന്തരമായിട്ടുള്ള നിയമനങ്ങൾ, അല്ലെങ്കിൽ ഒഴിഞ്ഞുകിടക്കുന്ന വേക്കൻസികൾ നികത്തുവാൻ വേണ്ടി സർക്കാർ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ള ഗുരുതരമായ വിമർശനമാണ് റെയിൽവേക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളായി ഇത് സംബന്ധിച്ച് റെയിൽവേ ബോർഡ്, അല്ലെങ്കിൽ റെയിൽവേ സുരക്ഷാ ബോർഡിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ എല്ലാ വർഷവും വരാറുണ്ട്. സുരക്ഷ സംബന്ധിച്ച വിശദീകരണമായ റിപ്പോർട്ടാണ് അതിൽ വരുത്താറുള്ളത്. എന്നാൽ അതിന്, ആ നിർദ്ദേശത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ റെയിൽവേ ബോർഡിൽ ഉണ്ടാക്കുന്നില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് റെയിൽവേ ഉദ്യോഗസ്ഥരടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇവർ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. റെയിൽവേയുടെ ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഈ നിരന്തരമായ ട്രെയിൻ അപകടങ്ങൾക്ക് പിന്നിലെന്ന വിമർശനമാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ശരത്, റൈറ്റ്. അതായത് ഇപ്പോൾ സ്വാതി സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കതുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോകാം. ശരി സ്വാതി, താങ്ക് യു. അപ്പോൾ റെയിൽവേ ഈ അപകടങ്ങളെക്കുറിച്ച് പറയുന്ന ചില ന്യായീകരണങ്ങളുണ്ട്, ചില വാദങ്ങളുണ്ട്. അതിനെ ലോക്കോ പൈലറ്റുമാർ തന്നെ വലിയ തോതിൽ നിരാകരിക്കുകയാണ്. അവരുടെ സംഘടന അതിനെ ശക്തിയുക്തം എതിർക്കുകയാണ്. അതിൻ്റെ കാര്യകാരണ സഹിതമാണ് അവർ അതിനെ എതിർക്കുന്നത്. എന്തുകൊണ്ട് റെയിൽവേയുടെ സുരക്ഷാ റിപ്പോർട്ടിലടക്കം പറയുന്ന കാര്യങ്ങൾ ആ നിലയിൽ ശരിയായിട്ടുള്ളതല്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇത്തരം ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങൾ, വലിയ അപകടങ്ങൾ, സുരക്ഷിത യാത്ര എന്ന റെയിൽവേ ഉറപ്പു നൽകേണ്ട കാര്യത്തിൽ സംഭവിക്കുന്ന വലിയ വീഴ്ച, അത് പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കാലങ്ങളായി തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും കാണാതെ പോകാനേ ആവില്ല.